യാത്മന പരമപാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദാ ശാരദേന്ദു കിരണോജ്വലാകൃതി. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. ശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. വലിയൊരു വെളിച്ചം തന്നെ നമ്മിലേക്ക് വരികയും ചെയ്യും. കാരണം ഗുരുവിൻ്റെ സകല കൃതികളുടെയും സത്താണ് സൂത്രരൂപത്തിൽ തന്നിരിക്കുന്ന വേദാന്ത സൂത്രം. അതിനെ അത്രയും ആദരവോടുകൂടിയും അത്രയും ഭക്തിയോടുകൂടിയും അത്ര വിശ്വാസത്തോടുകൂടിയും അത്ര ശ്രദ്ധയോടുകൂടിയും ഓരോരുത്തരും ഹൃദയത്തിലേറ്റണം. അത് തരുന്ന വെളിച്ചത്തിലൂടെ നമുക്ക് ഭാരതത്തിലെ സകല അധ്യാത്മ ഗ്രന്ഥങ്ങളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. ടീച്ചർ പഠിപ്പിക്കും, അവർ കേൾക്കും. ആ കേൾക്കുന്ന ആള് പിന്നെയും ഒരു 10 പേരിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമ്മൾ പറയല്ലേ വേദാന്തത്തിൽ തത് ശ്രവണം തത് കഥനം അന്യോന്യം തത് പ്രബോധനം. ഇതാണ് നമുക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ളത്. ആ കേട്ടതിനെ എന്ത് ചെയ്യണം? പറയണം. പരസ്പരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പോൾ മാത്രമാണ് ആധ്യാത്മികതയിൽ നമുക്കൊരു ഉറപ്പ് വരുന്നത്. പഠിച്ച് കേട്ട് എഴുതി വെച്ച് നമ്മളെല്ലാം തീർന്നു എന്നും പറഞ്ഞിരിക്കരുത്. പഠിച്ചതിനെ വീണ്ടും 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 ഇട്ട് മനനം ചെയ്തുകൊണ്ട് നമ്മളിലുള്ള ആത്മീയതയെ തെളിയിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോക ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ശമനം ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ ജീവിതയാത്രയെ ഈശ്വരീയതയുടെ അടിത്തറയിൽ എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും കടന്നു പോകുന്നതിനും ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കുന്നതിനും അല്ലെ അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ സഫലമാകണമെങ്കിൽ പഠിക്കുന്ന കാര്യം ശ്രദ്ധയോടെ പഠിക്കുക. അപ്പം നമ്മൾ തജ്ജ്യോതിഹി എന്ന വേദാന്ത സൂത്രത്തിൻ്റെ ഏറ്റവും സാരവത്തായ ഒരു സൂത്രമാണ്. സകല ഉപനിഷത്തുക്കളും പറയാൻ ആഗ്രഹിക്കുന്ന പറയുന്ന ആ തത്വത്തെ ഗുരു നമുക്ക് തജ്ജ്യോതിഹി എന്ന 3 അക്ഷരം കൊണ്ട് വെളിവാക്കി തന്നിരിക്കുന്നു. വേദസാരത്തെ തന്നെയാണ് ഗുരു തന്നിരിക്കുന്നത്. അതുപോലെ ഗുരുദേവ കൃതികളിലൊക്കെ ഇത് എവിടെയൊക്കെ ഉള്ളടക്കി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തും കൂടി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമന്നാൾ എന്നുള്ള ആത്മോപദേശ ശതകത്തിലെ 52ാമത്തെ ശ്ലോകം മനനം ചെയ്തിട്ട് ആ സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം എന്ന് നമ്മൾ വിചാരം ചെയ്തു. അതുപോലെ തന്നെ അടുത്ത
ഒരു ശ്ലോകമാണ് ആത്മോപദേശ ശതകത്തിലെ 59ാമത്തെ ശ്ലോകം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അതൊക്കെ നമ്മൾ ഈ സൂത്രം പഠിക്കുമ്പോൾ അതും കൂടിയൊക്കെ വളരെ വിശദമായി ഒന്നും കൂടെ വായിച്ച് ഒന്നും കൂടിയൊക്കെ അർത്ഥം ധ്യാനം ചെയ്ത് ആ പൊരുളും കൂടി നമ്മൾ ഗ്രഹിക്കണം. ആത്മോപദേശ ശതകത്തിലെ 59ാമത്തെ ശ്ലോകം. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാം അതിലില്ല വാദമേതും. ഇത് നമ്മൾ വെറുതെ വായിച്ചും ഇതിൻ്റെ അർത്ഥം പഠിച്ചും ഒക്കെ പോയാലൊന്നും നമുക്കിത് കിട്ടില്ല. ഒരു പറയാണ്, അറിവിനെ വിട്ട് അധ ഞാനുമില്ല. അറിവിനെ മാറ്റി നിർത്തിയാൽ ഞാനില്ല. ഞാൻ അറിയാനില്ലെങ്കിൽ ഈ പ്രപഞ്ചമേ ഇല്ല. സർവ്വതിനെയും അറിയുന്ന ബോധവസ്തുവായ ഞാനില്ലെങ്കിൽ ഈ പ്രപഞ്ചബോധം ഇല്ല. അതാണ് പറയുന്നത്. വെറുതെ നമ്മളിപ്പോൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഒരു നല്ല ഭക്തയാണ്, ഞാനൊരു ക്ഷേത്രത്തിൽ പോകും, ഞാൻ ശബരിമലയിൽ പോവാന്ന് വിചാരിച്ചു. എൻ്റെ ബോധത്തിലല്ലേ അയ്യപ്പൻ തെളിഞ്ഞത്, എൻ്റെ ബോധത്തിലല്ലേ മുരുകൻ തെളിഞ്ഞത്, എൻ്റെ ബോധത്തിലല്ലേ ഇനി നിങ്ങൾ പോകുന്ന നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് എന്നും ഓടിയാണ് ഇന്ന് ഗുരുവായൂർ അപ്പം പിന്നെ തെളിഞ്ഞത്. അപ്പോൾ ഈ ഗുരുവായൂരപ്പനാണോ ഞാനെന്ന ബോധമാണോ ആദ്യം ഉണ്ടായത്? എവിടെയാണ് ഗുരുവായൂരപ്പൻ തെളിഞ്ഞത്? എവിടെയാണ് പിന്നെ ശബരിമല അയ്യപ്പൻ തെളിഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ബോധത്തിലാണ് തെളിഞ്ഞത്. അപ്പം ഞാനെന്ന ബോധമാണ് ആദ്യം ഉണ്ടായത്. അതുകൊണ്ടാണ് അവിടെ തത്വമസി നീ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞത്. എൻ്റെ ബോധത്തിലാണ് അയ്യപ്പനും ഗുരുവായൂരപ്പനും എല്ലാം തെളിഞ്ഞു വന്നത്. അത്രയ്ക്കുള്ള രീതിയിലേക്കുള്ളൊരു തിരിച്ച് ചിന്തിക്കലിലേക്ക് നമ്മൾ കടന്നു പോകണം ഇനി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും ഓടിക്കൊണ്ട് നടക്കും. അപ്പോൾ ഞാനെന്ന ബോധം ഈ വസ്തുക്കളെ അറിയാനില്ലെങ്കിൽ, ഈ അറിയുന്ന നാമവും രൂപവും അയ്യപ്പനും ഗുരുവായൂരപ്പനൊക്കെ നാമവും രൂപം തന്നെയാണ്, സംശയമൊന്നുമില്ല അല്ലേ? അപ്പൊ എൻ്റെ ബോധത്തിലാണ് ഇതെല്ലാം തെളിഞ്ഞത്. ഞാനുണ്ടെങ്കിലേ അവരൊക്കെ ഉള്ളൂ. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് തിരിച്ച് അതൊക്കെ ഒന്ന് വിചാരം ചെയ്ത് നോക്കാനുണ്ട്. ഈ ഓടുന്നവർക്ക് ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ, അതുകൊണ്ടല്ലേ ഗുരു പറഞ്ഞത് കയ്യാണ് ഇരിക്കുന്ന കൽപ്പകവൃക്ഷക്കനി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ആ കൽപ്പകവൃക്ഷക്കനി കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത് സ്വരൂപനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വെറുതെ നാമം ചൊല്ലി പോവുക, അല്ലെങ്കിൽ വെറുതെ മലയാള അർത്ഥം വായിച്ചു പഠിച്ചു പോവുക കൊണ്ടൊന്നും നമുക്കിത് കിട്ടില്ല. അതുകൊണ്ടാണ് പറയണത്, ഇതിനെ പ്രസംഗങ്ങൾ കൊണ്ടോ പല പ്രാവശ്യം കേട്ടതുകൊണ്ടോ ഇതിനെ കിട്ടില്ല. ആരാണോ ഇതിനെ യേശ വൃണുതേ ഉപനിഷത്ത് പറഞ്ഞ, ആരാണോ ഇതിനെ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് അവനിത് കിട്ടും. അപ്പൊ നമ്മുടെ ആ മായ തന്നെ പതുക്കെ മറമാറ്റി മനസ്സ് തന്നെ മാറി തന്നിട്ട് നമുക്ക് ആ സ്വരൂപത്തെ അറിയാൻ പതുക്കെ സാധിക്കും. അതിന് ഗാഢമായി ആഴത്തിൽ നമ്മൾക്ക് ആഗ്രഹം വരണം. മറ്റെല്ലാത്തിലും ഉപരി ഈ ആത്മാവിനെ എനിക്ക് വരിക്കണം, എന്നിലുള്ള ആത്മതേജസ്സിനെ എനിക്ക് പ്രോജ്വലിപ്പിക്കണം എന്നാണോ നമ്മളിൽ അഗാധമായ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്, അന്ന് നമുക്കിത് കിട്ടും. അല്ലാതെ എത്ര പ്രസംഗം കേട്ടതുകൊണ്ടോ എത്ര പഠിപ്പിച്ചതുകൊണ്ടോ എത്ര ശ്രവിച്ച് എന്താ പറയുക പറഞ്ഞതുകൊണ്ടോ ഒന്നും ഇത് കിട്ടില്ല. ഇതിനെ കിട്ടണമെന്ന് ആഴത്തിൽ ആഗ്രഹിക്കണമെന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, അറിവിനെ വിട്ട് അധ എന്നുള്ള വാക്കിന് അനന്തരം ശേഷം അറിവിനെ മാറ്റിയാൽ ഞാനില്ലെങ്കിൽ അറിവുമില്ല. ഞാനില്ലെങ്കിൽ ഞാൻ അറിയാനില്ലെങ്കിൽ ഈ അറിയുന്ന പ്രപഞ്ചമേ ഇല്ല എന്ന് പറയാം. അപ്പോൾ അറിവിൽ നിന്നും അന്യമായി ഞാൻ എന്ന ബോധത്തിന് നിലനിൽപ്പില്ല, അസ്ഥിതയില്ല. ഞാൻ എന്ന ബോധത്തിലാണ് എല്ലാം പ്രതിഭാസിതമാകുന്നത്. അപ്പോൾ ആ ബോധത്തിൽ നിന്ന് ഭിന്നമായി ഞാനില്ല എന്നർത്ഥം. എന്നിൽ നിന്ന് ഭിന്നമായി ഒരറിവും നിലനിൽക്കുന്നില്ല. എന്നിൽ നിന്ന് ഭിന്നമായി ഒരറിവും നിലനിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ഇന്ന രാജ്യം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ അറിവെന്റെ ബോധത്തിൽ കണ്ടില്ല എന്ന ബോധം ഉണ്ടാണെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ചുള്ള അറിവെന്റെ ബോധത്തിലുള്ളതുകൊണ്ടല്ലേ ഞാനത് കണ്ടില്ല എന്ന് പറഞ്ഞത്, എൻ്റെ കണ്ണിന് കണ്ടില്ല എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ എല്ലാം ഈ അറിയുന്ന ഞാനില്ലെങ്കിൽ അറിയുന്ന വസ്തുക്കളില്ല, അറിയപ്പെടുന്നതില്ല എന്നാണ് ഗുരു പറയുന്നത്. എന്നിൽ നിന്നും അന്യമായി ഒരറിവും നിലനിൽക്കുന്നില്ല. ഞാനും
അറിവും ഒരേ ഒരു പ്രകാശം മാത്രം, അതിലൊട്ടുമേ ഭേദമില്ല. അറിവ് അറിയുന്നവനെന്ന് രണ്ടും ഓർത്താൽ, ബോധമെന്നും അറിയുന്ന ഞാനെന്നും രണ്ടും ഓർത്താൽ രണ്ടിനും ഒരു പൊരുള്, അതില് ഒരു വാദമില്ല എന്ന് ഗുരു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ഈശ്വരനെ കാണാനായിട്ട് ഓടി നടക്കുമ്പോൾ ഈശ്വരൻ തന്നെയാണ് ഈശ്വരനെ കാണാനായിട്ട് ഓടുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മളുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയും അല്ലേ? അവിടെ ചെന്ന് കണ്ണടച്ച് വണങ്ങുന്നതും ഞാൻ ആത്മദൈവത്തെയാണ്, ആത്മദേവനെയാണെന്നൊന്ന് ചിന്തിച്ചാൽ അവിടെയൊക്കെ നമ്മൾ ദുഃഖക്കടലാണെന്ന് കരുതി കരയുന്ന ആളുകളുടെ ദുഃഖത്തിനൊക്കെ ഒരു ശമനം കിട്ടും. നമ്മൾ ചെറിയ ആളൊന്നുമല്ല, വലിയ ആള് തന്നെയാണ്. ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അറിയുന്നവനില്ലെങ്കിൽ അറിയപ്പെടുന്ന വസ്തുക്കളില്ല എന്നർത്ഥം. പിന്നെ അത് എല്ലാം എന്താ പറയുക, പ്രകാശം മാത്രം. ഗുരു അവിടെയും ആ പ്രകാശാത്മകതയെ പറഞ്ഞു തരുന്നുണ്ട് 59ാമത്തെ മന്ത്രത്തില്. അതുപോലെ തന്നെ ദർശനമാല അപവാദ ദർശനം എന്ന് ചുമ്മാ എഴുതി വെക്കുക. അതെല്ലാം വായിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ച് പഠിക്കുക. ഇപ്പൊ ടീച്ചർ അതൊക്കെ നമുക്ക് ഗ്രൂപ്പില് നമ്മളിവിടെ റെഫറൻസിന് എടുക്കുന്ന കൃതികൾ മുഴുവനും ഗ്രൂപ്പിലേക്ക് ഇട്ട് തരുന്നുണ്ട്. അതും കൂടിയൊക്കെ പഠിച്ച് പോകുമ്പോൾ നമുക്ക് ഗുരുകൃതികളിലേക്കും കൂടിയൊക്കെ ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. ടീച്ചർ കൃപയോടെ നമുക്കത് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ദർശനമാല അപവാദ ദർശനം തുടക്കത്തില് പറയുന്നുണ്ട്, പ്രകാശമാണ് ചൈതന്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ദർശനമാലയുടെ അപവാദ ദർശനത്തിൽ 1-ാം ശ്ലോകം, ചൈതന്യാദാഗതം സ്ഥൂല സൂക്ഷ്മാത്മകമിതം ജഗത് അല്ലെ? ബാക്കി വരി പറയാമോ? അസ്തി ചേത് സദ്ഘനം നാസ്തി ചേതസ്തി ചിദ്ഘനം അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താ? ആ ചൈതന്യത്തിൽ നിന്നാണ്, ആ പ്രകാശത്തിൽ നിന്നാണ് ഈ സ്ഥൂല സൂക്ഷ്മാത്മകമായ ഈ പ്രപഞ്ചം ഉണ്ടായത്. ഇനിയിപ്പോ നമുക്ക് സത്തും അസത്തും ഒക്കെ അടുത്ത് വന്ന സൂത്രങ്ങളിൽ ഗുരു ഇട്ട് നമ്മളെ ഇട്ടുണ്ട് അതിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ കുരുകൃതി മൊത്തം സഞ്ചരിക്കും വേദാന്ത സൂത്രം കഴിയുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ. അതായത് ഗുരുകൃതികളിൽ അല്പമെങ്കിലുമൊക്കെ ഒരു പഠനത്തിലേക്ക് വന്നവർക്ക് ഈ ക്ലാസ് വളരെ വളരെ ഈസി ആവും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ എടുത്തൊന്നും നിങ്ങൾ പഠിക്കണം. നമ്മളിങ്ങനെ ആ ഗുരുവിന്റെ കൈ പിടിച്ച് പതുക്കെ നമുക്ക് ഗുരുവിന്റെ കൃതിയിലേക്കൊക്കെ നടക്കാം. പറയാണ് ചൈതന്യത്തിൽ നിന്നാണ് സ്ഥൂല സൂക്ഷ്മാത്മകമായ ഈ പ്രപഞ്ചം ഉണ്ടായത്. ഇത് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അസ്ഥി ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് സത്തായിട്ടാ ഇരിക്കുന്നത്, ഉണ്മയായിട്ടാ എല്ലാത്തിലും ഇരിക്കുന്നത്. ഇനി ഇത് ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാസ്തി ചെയ്ത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോ എന്താ പറയാ, ഒരു വസ്തു ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ ആ വസ്തു എന്റെ ബോധത്തിലുണ്ട്. ആ ബോധത്തിൽ നിന്നാണ് ഇല്ല എന്ന് പോലും പറയാൻ. ഇല്ല എന്ന് പറയണമെങ്കിൽ പോലും അത് ബോധത്തിൽ നിന്നേ ഉണ്ടാവുള്ളൂ എന്നാണ് അർത്ഥം. അത് ബോധമായി ഇരിക്കുന്നുണ്ട്. നാസ്തി ചെയ്ത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതെന്റെ ചിത്തായിട്ട് ബോധമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ടിരുന്ന് തന്നെ ധ്യാനിച്ച് എടുക്കേണ്ട ആശയങ്ങളായത്. അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ചുമ്മാ ഇട്ട് മനസ്സിലിട്ട് ധ്യാനിക്കുക. നിങ്ങൾ ഇപ്പോൾ ശിവഗിരി പോകണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശാരദാദേവിയെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആദ്യം എൻ്റെ ബോധത്തിലാണ് ആഗ്രഹം വന്നത്. ആ ബോധമാണ് ആദ്യം ഉണ്ടായത്. ആ ഞാനും ആ ദേവിയും ഒന്ന് തന്നെ എന്നുള്ളതാണ് അവിടെ നമ്മളെ തത്വത്തിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്നുള്ള അർത്ഥമാണ് പറയേണ്ടത്. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചവുമില്ല എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇവിടെ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ചൈതന്യാദാഗതം സ്ഥൂല സൂക്ഷ്മാത്മകം ഇതം ജഗത്ത് അല്ലെ? അസ്തി ചേത് സത്ഖനം നാസ്തി ചേതസ്തി ചിത്ഖനം. അപ്പോൾ അതും ഈ പ്രകാശാത്മകതയിൽ നിന്നാണ് ഈ പ്രപഞ്ചമായി നാമരൂപങ്ങളായി വേർതിരിഞ്ഞ് വന്നിരിക്കുന്ന സകല വസ്തുക്കളും ആ പ്രകാശാത്മകതയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഗുരു പറയുകയാണ്. അത് സത്തായും ചിത്തായും അത് രണ്ടും ചേർന്ന് ആനന്ദമായും ഒക്കെ ഇരിക്കുന്നത് അതിൻ്റെ ഉറവിടം ആ പ്രകാശാത്മകത തന്നെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ
1921-ലും 23-ലും ശരിക്കും അഭിപ്രായങ്ങൾ കുറച്ച് പക്ഷാന്തരമുള്ള ഒന്നാണ് മുരിക്കുംപുഴയിലെ പിന്നെ ഇവിടെ തൃശ്ശൂർ കാരമുക്കിൽ പ്രതിഷ്ഠ. രണ്ടും ഏകദേശം അടുത്തടുത്തുള്ള പ്രതിഷ്ഠയാണ്. മുരിക്കുംപുഴ കാളകണ്ഠേശ്വരത്തും തൃശ്ശൂർ കാരമുക്കിലും ഒക്കെ. അവിടെ എല്ലാം ഗുരു ഈ പ്രകാശാത്മകതയെ തന്നെയാണ് നമുക്ക് അവിടെ ആരാധനയ്ക്ക് വേണ്ടി പോലും കൊടുത്തത്. എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ അവിടെ വെളിച്ചം പരക്കട്ടെ എന്നാ പറഞ്ഞത്. വെളിച്ചം ഉണ്ടാകട്ടെ, അറിവ് വരട്ടെ. അവരുടെ ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഗുരു ഇങ്ങനെയാണ് പറഞ്ഞത്, വെളിച്ചം ഉണ്ടാകട്ടെ, അറിവ് വരട്ടെ, അല്ലേ? അപ്പോൾ വെളിച്ചം, ആത്മവെളിച്ചം കൂടുതൽ പ്രോജ്വലിപ്പിക്കുമ്പോൾ മാത്രമാണ് അവിടെ ആത്മീയമായി നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ആത്മപ്രകാശം കെട്ടുപോകരുത്. ആ ഇരുട്ട് മാറ്റിയിട്ട് പതുക്കെ വെളിച്ചം കണ്ടു തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് അറിവിലേക്ക് സഞ്ചരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചതിന് ശേഷം അതിനുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് ജനങ്ങൾ എത്താത്തത് കൊണ്ടാണ് ഗുരു പറഞ്ഞത് ഇനി സരസ്വതി ക്ഷേത്രങ്ങളാവാം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഭൗതികമായ വിദ്യയിലൂടെ മാത്രമേ, അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മികമായ അറിവിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ഉള്ള യാത്ര എളുപ്പമാകുകയുള്ളൂ എന്ന് കണ്ടിട്ടാണ് ഗുരു വിദ്യാലയങ്ങളെ കൂടുതൽ ക്ഷേത്രങ്ങളോട് ചേർത്ത് തന്നെ വിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അറിവിലേക്ക് എത്താനുള്ള ഒരു വിമുഖത കണ്ടപ്പോഴാണ്, അറിവില്ലായ്മ കണ്ടപ്പോഴാണ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പ്രാർത്ഥന നടത്തി, പുഷ്പാഞ്ജലി നടത്തി, വേണ്ടതെല്ലാം ചോദിച്ചു പോവുക. എത്ര ഗുരുഗതികൾ പഠിക്കുന്നവരാണെങ്കിലും, എത്ര ആഴത്തിൽ പഠിക്കുന്നവരാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും ചോദിച്ചു വാങ്ങുന്നതാണ് ഈശ്വരീയമായ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ആവശ്യങ്ങളെന്നാണ് നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. അതിനപ്പുറം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ എന്ന് ഗുരുവിന്റെ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ മാറ്റിവെക്കും. എന്നിട്ട് നമ്മളത് പ്രസംഗിക്കുകയും ചെയ്യും. അവിടെയും നമ്മളിൽ നിന്ന് ഒരാവശ്യവും പുറത്തു വരാതിരിക്കുക. കാരണം നമ്മുടെ ആവശ്യങ്ങള് നമ്മളെ കൽപ്പിച്ച പൊന്നുതമ്പുരാന് നമ്മളെക്കാൾ കൂടുതൽ അറിയാം എന്താണ് നമുക്ക് ആവശ്യങ്ങളെന്ന്, അല്ലേ? അപ്പൊ അവിടെ പോയി നിന്ന് നമ്മൾ നിരത്തുമ്പോൾ നമുക്ക് ആ വിശ്വാസത്തിന്റെ ഒരു കുറവും കൂടിയാണ് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് തോന്നുന്നത്, അല്ലേ? എല്ലാം എന്താണ്, ഒരു കുഞ്ഞുറുമ്പിന്റെ ഉള്ളിലെ വേദനകൾ പോലും അറിയാവുന്ന ജഗദീശ്വരന്റെ മുൻപിൽ പോയി നിന്ന് ഒന്നും ജൽപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ഓടാനാണ് നമുക്ക് ഇനിയും വിധിയെങ്കിൽ നമ്മൾ ഓടുക. അല്ലെങ്കിൽ സകലതും തന്നിരിക്കുന്ന അറിവിന്റെ നിറകുടമായ അറിവ് തന്നെയായ ഈ വിശ്വത്തോളം വലുതായ അറിവിന്റെ ഗരിമ നമ്മുടെ കയ്യിലുള്ളപ്പോ ഈ കാക്കപ്പൊന്നിനെ തേടിയും അല്ലെങ്കിൽ മിന്നാമിനിങ്ങിന്റെ ഇത്തിരിവട്ടം തേടിയൊക്കെ നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓടാനൊരു വിദ്യയുണ്ട് എന്നും കൂടിയാണ് കരുതേണ്ടത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മള് ഗുരുവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവര് ഗുരുവിന്റെ കൃതികളെ സൂക്ഷ്മമായി വിചാരം ചെയ്യണം. അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നമ്മളിലുള്ള എല്ലാ അറിവിനെയും പ്രകാശിപ്പിക്കാവുന്ന മഹാവെളിച്ചം തന്നെയായിട്ടാണ് ഗുരുവിന്റെ കൃതികൾ നിൽക്കുന്നത്. അല്ലാതെ അത് ഒരു വശത്ത് മാറ്റി വെച്ചുകൊണ്ടല്ല നമ്മൾ ഗുരുവിനെ പഠിക്കേണ്ടത്. ഗുരുവിനെ ആരാധന ചെയ്തോ പൂജിച്ചോ മാത്രം കടന്നു പോകേണ്ട ഒരു ചൈതന്യമല്ല. ഗുരുവിനെ പഠിക്കണം, അറിയണം. ആ അറിവ് നമ്മളിൽ തന്നെ ആത്മപ്രകാശമായി തെളിയണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വിചാരം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാരമുക്കിലെ കാര്യം നമ്മൾ പറഞ്ഞു വന്നത്, വെളിച്ചം വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം തെളിയും. അതുപോലെ തന്നെ ജീവിതത്തിൽ വെളിച്ചം പരത്തുകയാണ് ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം എന്നതും കൂടി ഗുരുവിൻ്റെ ആ ഒരു പ്രതിഷ്ഠയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രങ്ങള് മനുഷ്യന്റെ അറിവിനെ പ്രോജ്വലിപ്പിക്കുന്നതായിരിക്കണമെന്ന് ഇങ്ങനെ ഏത് ഋഷീശ്വരനാ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ആരാ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരിക എന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും ഗുരുവിനെ ഇനിയും അറിയണമെങ്കിൽ ഇനിയും തലമുറകൾ, ഇനിയും സംവത്സരങ്ങൾ കഴിയണമെന്ന് തോന്നിപ്പോകും. പലപ്പോഴും പൂർണ്ണമായി ഗുരുവിനെ അറിയണമെങ്കിൽ നമ്മളാരും ഇപ്പോഴും ഗുരുവിനെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഗുരു ചെയ്തത്? നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള കർമ്മമേഖലകളും ജ്ഞാനമേഖലകളൊക്കെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ബുദ്ധിക്ക്, സാധാരണ ബുദ്ധിക്ക് ചെന്നെത്താവുന്നതിൻ്റെ അപ്പുറവുമാണ്
ഗുരു തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠ തന്നെ നമ്മളൊന്ന് ശ്രദ്ധയോടെ പഠിച്ചാൽ മതി. അവസാനം ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്, എത്തിച്ചത് എവിടെയാണ്, ഗുരു എന്താ നമ്മളോട് പറയാതെ പറഞ്ഞത് എന്നൊക്കെ നമ്മൾ വിചാരം ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പറയാറില്ല, ഈ കോലം കെട്ടിയിട്ട് തുള്ളുന്ന കണിയാന്മാരല്ലേ, കോലം കെട്ടി തുള്ളുന്ന ആളുകൾ ഈ തുള്ളൽ കഴിയുമ്പോൾ ആ കോലം എവിടെയെങ്കിലൊക്കെ ഉപേക്ഷിക്കും. എവിടെയാ ഉപേക്ഷിക്കണമെന്നൊന്നും ശ്രദ്ധിക്കാറില്ല, അത് ഉപേക്ഷിച്ച് പോകും. അതുപോലെ നാമും നമ്മുടെ പ്രാരബ്ധം തീരുമ്പോൾ ഈ ശരീരത്തിലേക്ക് എന്തെല്ലാം പ്രാരബ്ധമാണോ ഉള്ളത് അത് തീരുമ്പോൾ നമ്മൾ ശരീരം വിട്ടിട്ട് പോകും. അതെവിടെ വിട്ടു, ആരെങ്ങനെ ദഹിപ്പിച്ചോ, ഇനി ആരെങ്കിലും കണ്ടോ ആ ശരീരം, ആരെങ്കിലും കാണാതെയാണോ ഈ ശരീരം മറഞ്ഞു പോയതൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയാണ്, ആരാ ബന്ധുക്കളാണോ, ആരാണ് അതിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചത്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ. പ്രാരബ്ധം തീരുമ്പോൾ അത് ഇട്ടിട്ട് പോകും. അത്ര ആ ഒരു നിലയേ ഉള്ളൂ നമ്മുടെയൊക്കെ ശരീരത്തിന്. ആ ശരീരത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈശ്വര സന്നിധിയെ അഭയം പ്രാപിക്കുമ്പോൾ ഒരു മഹാഗുരു അവതരിച്ച് നമ്മളോട് പറഞ്ഞു, അറിവാണ് ഈശ്വരൻ, നീ അറിവാണ്, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് ഒരു 64ഓളം കൃതികളിലൂടെയും വീണ്ടും 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 പറഞ്ഞു തന്നിട്ടും നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ എവിടെയൊക്കെയോ നമുക്ക് അത് മനസ്സിലാക്കാതിരിക്കാനുള്ള പ്രാരബ്ധം ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ട് ഭക്തിയോടെ, വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ, അധികം ഓട്ടം പിടിക്കാതെ ഈ ഗുരുവിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഗുരുവിനോട് തന്നെ അപേക്ഷിക്കുക, എനിക്ക് ഈ അറിവിന്റെ മറ മാറ്റി, അറിവിനെ മൂടിയിരിക്കുന്ന മറ മാറ്റി എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകണേ മഹാഗുരു എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പം നമ്മളിപ്പോൾ ആരെയൊക്കെയോ പഠിപ്പിക്കാൻ ഓടി നടക്കുന്നു, ആരെയൊക്കെയോ നന്നാക്കാനായിട്ട് ഓടി നടക്കുന്നു. ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. ഓരോരുത്തരുടെയും ലക്ഷ്യം ആ പ്രകാശാത്മകതയെ അനുഭവിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ വഴി മറന്ന യാത്രക്കാരായി മാറരുത്, നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ മറന്നു പോകരുത് എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, വേദത്തെയും ഉപനിഷത്തുക്കളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് കടന്നു പോകുന്നത്. ആ ഉപനിഷത്ത് ഋഷിയുടെ ദർശനം തന്നെയാണ് കലിയുഗത്തിലെ ശ്രീനാരായണ ഋഷിയുടെയും ദർശനം. ദർശനം ഒന്നേ ഉള്ളൂ, അത് ഏകമാണ്, പലതില്ല. അപ്പോൾ ഒരാളുടെ ദർശനം വേറെ, മറ്റൊരാളുടെ ദർശനം വേറെ നമുക്ക് പറയാൻ പോയാൽ അവിടെ ദ്വൈതം വന്നുപോയി അല്ലേ. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഋഷീശ്വരനാണ്. എല്ലാവരും പറഞ്ഞതിൻ്റെ പൊരുൾ ഒന്ന് എന്ന് പറഞ്ഞ ഋഷീശ്വരനാണ് ഗുരു. അപ്പൊ ഇവിടെ നമ്മള് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഹൃദയത്തിനൊരു ഒരു ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. അത് ഈശ്വരനെ തേടി പുറത്തലയുന്നവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു നിർവചനമാണത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഹൃദയ കുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം അഹമഹമിതി ആത്മരൂപേണ ഭാതി അല്ലെ. ഹൃദയത്തിന്റെ ആ ഹൃദയകുഹരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ 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 എന്ന് ആത്മരൂപത്തിൽ പ്രകാശിക്കുന്നു ആ ചൈതന്യമാണ് ഈശ്വരൻ എന്ന് നമ്മളെ ഉപനിഷത്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിരുക്തി ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നുണ്ട്. എട്ടാം അധ്യായത്തിൽ 3-ാം ഖണ്ഡത്തിൽ 3-ാമത്തെ മന്ത്രത്തിലൂടെ പറയുന്നു, സവാ ഏഷ ആത്മാ ഹൃതി തസ്യേതദേവ നിരുക്തം ഹൃദയമിതി. സ വാ ഏഷ ആത്മാ ഹൃതി. ഹൃദയത്തിന്റെ നിർവചനം ആട്ടോ, ശ്രദ്ധയോടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇത് എന്താ ഹൃദയത്തിന്റെ നിർവചനം? എന്താണ് വേദം പറയുന്നത്? ഹൃദയത്തിന്റെ നിർവചനം എന്താ? എങ്ങനെയാ പേര് വന്നേ? സ വാ ഏഷ ആത്മാ ഹൃതി തസ്യ ഏതദേവ നിരുക്തം. തസ്യേതദേവ പിരിക്കുമ്പോൾ തസ്യ ഏതദേവ നിരുക്തം ഹൃദയമിതി. ഇതിന്റെ അർത്ഥം നോക്കാം. സ വാ ഏഷ ആത്മാ, ഈ ആത്മാവ്, ഏഷ ആത്മാ ഇത്, ഈ ആത്മാവ് തീർച്ചയായും, ഹൃദി എന്ന് പറഞ്ഞ ഹൃദയത്തിൽ, സപ്തമി വിഭക്തിയിലാണ്, ഹൃദയത്തിൽ. ഈ ആത്മാവ് തീർച്ചയായും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഞാൻ എന്ന് പ്രകാശിക്കുന്ന ആത്മചൈതന്യത്തെയാ പറയണേ. ഈ ആത്മാവ് തീർച്ചയായും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു.
തസ്യ ഏതദേവ നിരുക്തം. ഹൃദയത്തിന് ഇത് തന്നെയാണ് നിർവചനം. നിരുക്തി എന്ന് പറഞ്ഞാൽ നിർവചനം. തസ്യ ഏതദേവ നിരുക്തം ഹൃദയമിതി. അപ്പോ ഹൃദി അയം ഹൃദയം. അയം എന്ന് പറഞ്ഞാൽ ഇവൻ ഈ ആത്മാവ്. അങ്ങനെയാണ് ഹൃദയം എന്ന പേരുണ്ട്. പേരിന്റെ നിരുക്തി നിരുക്ത ശാസ്ത്രത്തിൽ പറയുന്നത്. നിരുക്തം എഴുതിയത് ആരാന്നാ പറഞ്ഞത്? ഏത് ഗ്രന്ഥത്തിലത്? നിരുക്ത ശാസ്ത്രം അല്ലെ? എഴുതിയത് അത് എന്തിനു വേണ്ടിയിട്ട് എഴുതിയ ശാസ്ത്രമായിരുന്നു? വേദങ്ങളിലെ പദങ്ങളുടെ വൈദിക ശബ്ദങ്ങളുടെ അർത്ഥം. ദൈവത്തെ പറ്റി പറയുന്നത്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. വൈദിക ശബ്ദങ്ങളുടെ അർത്ഥനിർണയം നടത്തുന്ന ശാസ്ത്രശാഖയാണ് നിരുക്തം എന്ന് നമ്മൾ പറഞ്ഞു. തോന്നുന്ന പോലെ ഓരോരുത്തരും ഓരോ അർത്ഥം കൽപ്പിച്ച് ഓരോ ജാതിക്കും മതത്തിനും അനുയോജ്യമായ രീതിയിൽ അർത്ഥവ്യാഖ്യാനം ചെയ്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഋഷീശ്വരന്മാരുടെ ഉൾക്കാഴ്ചയെ മറ്റൊരു രീതിയിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വൈദിക ശബ്ദങ്ങൾക്ക് ഇന്നതാണ് അർത്ഥമെന്ന് മുനിയായ ഋഷിയായ യാസ്കാചാര്യർ കൊടുത്തിരിക്കുന്ന നിർവചനമാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് തീർച്ചയായും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥമാണ് ഹൃദയത്തിന്. ഹൃദയം ഹൃദയം അല്ലെ? അപ്പൊ അങ്ങനെ ഇവിടെ ഗുരു നമുക്ക് 2 തരത്തിലുള്ള മനുഷ്യരെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ലോക ജീവിതത്തിൽ 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. അവരാരൊക്കെയാണെന്നാണ് പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗുരു നമുക്ക് പറഞ്ഞു തന്ന 2 തരത്തിലുള്ള മനുഷ്യരാരൊക്കെയാ? കിട്ടുന്നില്ല. കൃപണനും ആരോ ചേച്ചിയാ പറഞ്ഞല്ലേ? അതെന്ന് വെച്ചാല് ആഴത്തിൽ അതിന്റെ ആ ദർശനത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാ അത് തന്നെയാ കേൾക്കുന്നത്, അത് തന്നെയാ പറയുന്നത്. ജീവിതത്തിൽ അതല്ലാതെ മറ്റൊന്നും ഇല്ലാത്തവർക്കാണ്. ഒരു ചോദ്യം ചോദിച്ചപ്പോഴേ തെളിഞ്ഞുണ്ടോ? അവിടെയാണ് നമ്മള് ഇതിനകത്തിരിക്കുന്ന ഓരോ ജിജ്ഞാസുക്കളെയും നമിക്കുന്നത് അപ്പോഴാണ്. ഞാൻ എന്താണോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിവിടെ ഞാനത് ചോദ്യമായിട്ട് ഇടുമ്പോൾ അപ്പം തന്നെ ഇങ്ങോട്ട് കിട്ടാറുണ്ട്. അത് തന്നെ ഗുരു 2 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് പറഞ്ഞു തന്നു, കൃപണനും കൃപാലുവും. അതിലെ കൃപണനാണ് ഇന്ന് ലോകത്തുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ലെ? കൃപാലുവാണ്. കൃപാലുവിന്റെ കാരുണ്യത്തിലാണ് ഈ ലോകം പുലരുന്നത് തന്നെ അല്ലെ? അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അതിന്റെ ബാഹ്യതലത്തിലെ അർത്ഥം നമുക്ക് പഠിക്കാം. അതിനപ്പുറം മറ്റൊരർത്ഥം കൂടി ഉണ്ട് അതിന്. യഹ ഏതദക്ഷരം വിദിത്വ അസ്മാത് ലോകാത് പ്രയുക്തി സഹ കൃപാലുഹു. യഹ യാതൊരുവനാണോ ഏതത് അക്ഷരം, അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത ആ സത്യത്തെ, നക്ഷരമാണ് അക്ഷരം, നാശമില്ലാത്തത്. അക്ഷരം ജ്യോതിരിഷ്യത എന്നൊക്കെ പറയാറില്ലേ നമ്മള്? അപ്പോ ഇവിടെ ആരാണോ ഏതത് അക്ഷരം വിദിത്വ, ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് അസ്മാത് ലോകാത് പ്രൈതി, ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത് സകൃപാലുഹു. അപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന ഓരോരുത്തരും കൃപാലുക്കളാ, ഭഗവാന്റെ ഗണനയിൽ പെട്ടവരാ അല്ലെ? ഇനി എത്ര ഉയരണം, എത്ര മുന്നോട്ട് പോകണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതിന് താഴോട്ടില്ല, ഇനി ഒരിക്കലും ഇല്ല, ജന്മാന്തരങ്ങളിൽ പോലും ഇല്ല. അപ്പൊ പറയണ ആരാണോ ഇതിനെ അറിയേണ്ടത് അറിഞ്ഞിട്ട് ഈ ലോകത്ത് നിന്ന് പോകുന്നത് അവൻ കൃപാലുവാണ്. അടുത്ത പറയാണ് യഹ ഏതദക്ഷരം അവിദിത്വ. വിദിത്വ എന്നുള്ളതിന്റെ വിപരീതമാണ് അവിദിത്വ. ആരാണോ ഇതിനെ അറിയാതെ കണ്ടും കേട്ടും മണത്തും രുചിച്ചും തിന്നും കുടിച്ചും ഒക്കെ ഭൗതികതയിൽ അഭിരമിച്ചുകൊണ്ട് കൂട്ടിവെച്ചുകൊണ്ട് ഒക്കെ ഇങ്ങനെ അതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ആരാണോ പോകുന്നത് അവനെയാണ് നമുക്ക് കൃപണൻ, സ്വാർത്ഥൻ എന്നൊക്കെ വിളിക്കുന്നത് അല്ലെ? അപ്പോൾ കൃപണനാകരുത്. കൃപാലുവിനെയാണ് ഗുരു ഇവിടെ, കൃപാലുവാണ് ഗുരുവിന്റെ ആ ദർശനത്തിലുള്ള നല്ല മനുഷ്യൻ. നല്ല മനുഷ്യൻ ചീത്ത മനുഷ്യനൊന്നും ഇല്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ലക്ഷ്യം കൃപാലു ആവുക എന്നുള്ളതാണ് അല്ലെ? അതുപോലെ തന്നെ
ഈ ചാന്തോക്യ ഉപനിഷത്ത് നമ്മൾ വേദാന്ത സൂത്രം ആയതുകൊണ്ടാണ് കേട്ടോ വേദത്തെ കോട്ട് ചെയ്ത് പോകുന്നത്. ഒരു വെറുതെ നമുക്കൊരു സൂത്രം എഴുതി തന്നതല്ല എന്ന് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയും കൂടിയാണ് ഉപനിഷത്ത് കോട്ട് ചെയ്ത് പോകുന്നത്. ഇടക്കിടക്ക് ഉപനിഷത്ത് കോട്ട് ചെയ്യണം അതുകൊണ്ടാണ്. അതായത് ചാന്തോക്യ ഉപനിഷത്തിലെ 8-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്, പരം ജ്യോതി രൂപം എന്ന് ഉപനിഷത്ത് പിന്നെയും പറയുന്നുണ്ട്. ബ്രഹ്മത്തെ പറയുന്നുണ്ട് പരം ജ്യോതി രൂപമെന്ന്. അതിങ്ങനെയാണ് മന്ത്രം. അഥ യ ഏഷ സംപ്രസാദോ അസ്മാത് ശരീരാത് സമുത്ഥായ പരം ജ്യോതിരൂപം സമ്പദ്യ സ്വേന രൂപേണ അഭിനിഷ്പദ്യത ഏഷ ആത്മേതി തസ്യ ഹവ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി. ഉപനിഷത്തൊക്കെ ഒന്ന് കേട്ടോ, നമുക്കിതൊക്കെ കേട്ടുപോകാം. അഥ യഹ ഏഷ, അതായത് യാതൊരുവനാണോ, അതായത് ഏഷ എന്ന് പറഞ്ഞ ഇവൻ, ഈ ജീവൻ, സംപ്രസാദേ, സംപ്രസാദം എന്ന് പറഞ്ഞാൽ ചിത്തപ്രസാദം ഉണ്ടാവുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സടങ്ങിയിട്ട് ആത്മചൈതന്യം തെളിയുമ്പോൾ, സാക്ഷാത്കാരം ഉണ്ടാവുമ്പോൾ, സത്യസ്വരൂപം തെളിയുമ്പോൾ ഈ ജീവൻ എന്ത് ചെയ്യും? നമ്മളൊക്കെ ഇപ്പോൾ എന്താ പറയാ, ആവരണം ഇട്ട് മൂടി 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 ആ സ്വരൂപത്തിന്റെ പ്രകാശം ഒട്ടുപോലും അറിയാത്തവരാണ്. നമ്മളൊക്കെ എത്ര അജ്ഞതയുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു കടുത്ത ദുഃഖം വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുമ്പോൾ അറിയാം നമ്മൾ എത്രത്തോളം നമ്മളിലെ ആനന്ദത്തെ അറിഞ്ഞിട്ടുണ്ടെന്ന്. അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പരിശോധിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഈ ഇരിക്കുന്ന നമ്മളൊന്നും അല്ല നമ്മുടെ യഥാർത്ഥ നമ്മൾ. അഥ അനന്തരം യ ഏഷ, ഈ ജീവൻ, സംപ്രസാദോ എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ അസ്മാത് ശരീരാത് സമുദ്ധായ, സംപ്രസാദോ അസ്മാത് ശരീരാത് പിരിക്കുമ്പോ സംപ്രസാദേ അസ്മാത് ശരീരാത്, ഈ ശരീരത്തിൽ നിന്നും സമുദ്ധായ, അതിൽ നിന്ന് ഉദ്ധാനം ചെയ്തിട്ട് അതിൽ നിന്ന് ഉയർന്ന് ഈ ശരീരം വിട്ടിട്ട് പരം ജ്യോതിരൂപ സമ്പദ്യ. കണ്ടോ, അവിടെ ആ പരമസത്യത്തെ പറഞ്ഞിരിക്കുന്നതാണ് പരം ജ്യോതിരൂപ സമ്പദ്യ. അത് പറയാനാണ് ഞാൻ ഈ സൂത്രം എടുത്തത്. ഗുരു പറഞ്ഞില്ലേ തജ്ജ്യോതിഹി, മനോഹരമായിട്ട് പാടി തോന്നുന്നു തജ്ജ്യോതിഹി അല്ലെ. ആ പരം ജ്യോതിരൂപ സമ്പദ്യ, ആ പരമമായ പ്രകാശത്തെ, ആത്മസത്യത്തെ പ്രാപിച്ചിട്ട് സ്വേന രൂപേണ അഭിനിഷ്പദ്യത, സ്വേന രൂപേണ സ്വന്തം സ്വരൂപത്തിൽ അഭിനിഷ്പദ്യത പ്രകാശിച്ചു നിൽക്കുന്നു. ശരീരമൊക്കെ വിട്ടിട്ടെ മനസ്സ് അടങ്ങുമ്പോൾ, വാസനകളെല്ലാം അറ്റുപോകുമ്പോൾ ആ ശരീരം വിട്ട് ആ പരം ജ്യോതി സ്വരൂപത്തെ പ്രാപിച്ച് സ്വന്തം സ്വരൂപത്തിൽ പ്രകാശിക്കുന്നു. ഏഷ ആത്മാ, അവനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അഥ യ ഏഷ സംപ്രസാദോ അസ്മാത് ശരീരാത് സമുദ്ധായ പരം ജ്യോതിരൂപ സമ്പദ്യ സ്വേന രൂപേണ, സ്വേന രൂപേണ എന്ന് പറഞ്ഞ സ്വന്തം സ്വരൂപത്താൽ അഭിനിഷ്പത്യത പ്രകാശിക്കുന്നു. ഏഷ ആത്മേതി, ഇതാണ് ആത്മാ. എന്നിട്ട് പറയാണ് തസ്യ ഹവ, തസ്യ ഹവ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി, ഈ ബ്രഹ്മത്തിന്റെ നാമമാണ് സത്യമെന്ന്. നോക്കൂ, ഗുരു ദൈവദശകത്തിൽ നീ സത്യം ജ്ഞാനമാനന്ദം ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങു സർവദാ, അല്ലെ? അവിടെ സത്യത്തിനൊക്കെ നമ്മൾ ഉപനിഷത്ത് ഋഷി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം പരമ്പൊരുളെന്ന് തന്നെയാണ്. തസ്യഹവ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി, ഈ ബ്രഹ്മത്തിന്റെ പേരാണ് സത്യമെന്ന്. അപ്പൊ ബ്രഹ്മത്തിന് സത്യമെന്ന് കൂടി പേരുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ബൃഹദാരണ്യക ഉപനിഷത്തിലെ 4-ാം അധ്യായം 4-ാം ഖണ്ഡത്തിൽ പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ പറയണേ എന്തിനാന്ന് വെച്ചാൽ വേദത്തെയാണ് ഗുരു 24 സൂത്രങ്ങളിലാക്കി വേദത്തിന്റെ സാരത്തെ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഏത് വേദമാണ് എന്താണെന്നൊക്കെ ചെറിയൊരു അറിവെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു അംശമേ പറയാൻ സാധിക്കുന്നുള്ളൂ. എത്രയോ വലിയ വലിയ ഭാഗങ്ങൾ നമ്മൾ അതിനകത്തുണ്ട്. അതിനൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ പറയാണ്, ബൃഹദാരണ്യക ഉപനിഷത്ത് പറയാണ്, തദ്ദേശ ജ്യോതിഷാം ജ്യോതിഹി രായുർ ഹോപാസതേ അമൃതം, തദ്ദേശ ജ്യോതിഷാം ജ്യോതിരായുർ ഹോപാസതേ
അമൃതം. തദ്ദേശ അതൊന്നു തത് ഏഷ ജ്യോതിഷാം ജ്യോതിഹി ആയുഹു ഹ ഉപാസതേ അമൃതം എന്നാണ് മന്ത്രം കേട്ടോ. അതായത് തത് ഏഷ ജ്യോതിഹി ജ്യോതിഷാം ജ്യോതിഹി ആയുഹു ഹ ഉപാസതേ അമൃതം. ആയുസ്സുള്ളവർ എല്ലാവരും ഈ ജ്യോതിസുക്കളിൽ വെച്ച് ജ്യോതിസായ പരമജ്യോതിസിനെ ഇവനെ ഈ ജ്യോതിസുക്കളിൽ വെച്ച് ജ്യോതിഷായവനെ അമൃതമായി ഉപാസിക്കുന്നു, നാശമില്ലാത്ത സത്യവസ്തുവായി ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ജ്യോതിഷാം ജ്യോതി എന്നാണ് പരബ്രഹ്മത്തെ ബൃഹദാരണ്യക ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നത്. തത് ഏഷ ജ്യോതിഷാം ജ്യോതിഹി, ആയുസ്സുള്ളവരെല്ലാം അമൃതമായി ഉപാസിക്കുന്ന ആ ദേവൻ ജ്യോതിസുകൾക്കെല്ലാം ജ്യോതിസാണ്. ഉണ്ടോ? പരമകം ജ്യോതി എന്ന് പറഞ്ഞ പോലെ ജ്യോതിസുകൾക്കെല്ലാം ജ്യോതിസാണ്. ഇപ്പൊ എവിടെയെങ്കിലും ഋഷീശന്മാരുടെ ദർശനത്തിന് തെറ്റു വരണുണ്ടോ? ഒന്നല്ലേ വരണത്, സമാന രൂപതയല്ലേ നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ബൃഹദാരണ്യകം പറഞ്ഞു, ചാന്തോക്യോപനിഷത്ത് പറഞ്ഞു, ഗുരുവിന്റെ കൃതികളിലൂടെയൊക്കെ ആ വേദസാരത്തെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ തത് ജ്യോതിഹി എന്നുള്ളതിലെ തത് എന്ന പദം കൊണ്ട് ആത്മാവിനെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മത്തെയും കൂടി നമുക്ക് അതിലൂടെ എടുക്കാം. ബ്രഹ്മത്തെയും ആത്മാവെന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ എടുക്കണം. കാരണം ആദതമായിരിക്കുന്നതാണ് ആത്മാവ്, എങ്ങും നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഓരോ പ്രപഞ്ച ഘടകങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗുരുവിന്റെ കൃതികൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. ഒരു സാധാരണ മനുഷ്യനിലേക്ക് എങ്ങനെയാണ് ആത്മീയമായ വെളിച്ചത്തെ പകർന്നു കൊടുക്കുക എന്നുള്ളത് ഗുരു ആത്മോപദേശ ശതകത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ നമ്മളെ പോലെ ഉള്ള ഒരു സാധാരണക്കാരായ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഗുരു പറഞ്ഞു തന്നതാണ് അഹമിരുളല്ല എന്നുള്ള ശ്ലോകത്തിലൂടെ അല്ലെ. അഹമിരുളല്ല, ഓർമ്മയുണ്ട ശ്ലോകം? അഹമിരുളല്ല അതെ. അപ്പൊ എപ്പോഴും നമ്മളിത് ഓതിക്കൊണ്ടേയിരിക്കണം. നമുക്കിത് മനസ്സിലാവുന്നൊന്നുമില്ല. നമ്മൾ പറയാം എനിക്ക് അർത്ഥമൊക്കെ അറിയാം, ശ്ലോകമൊക്കെ അറിയാം, പക്ഷെ നമുക്കിത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ മനസ്സിനപ്പുറം ആയിട്ടുണ്ടോ? ബുദ്ധിക്കും മനസ്സിനും അപ്പുറം ഇതായിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. കേട്ട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടുതൽ ചിന്തിക്കണം. അഹം ഇരുളല്ലെന്ന്, നമ്മളിരുന്ന് ഞാനെന്ന് പ്രകാശിക്കുന്ന ആ ആത്മചൈതന്യം ഇരുട്ടല്ല. എനിക്ക് എത്രയോ ദുഃഖങ്ങളെ ഭഗവാനെ തന്നേക്കണേന്ന് പറയുമ്പോൾ ഈ ദുഃഖമൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടു വന്ന ദുഃഖം തന്നെയാ. എത്രയോ ജന്മങ്ങളായി കൂട്ടിക്കൊണ്ടുവന്ന ദുഃഖാണ് അത്, ഈശ്വരന്റെ അല്ല. അപ്പോൾ അത് നമ്മളുടെ ജന്മാന്തര പ്രാരബ്ധത്തിൽ വന്നിരിക്കുന്നതാണ്. ഈ ശരീരം പ്രകർഷേണ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ശരീരത്തിലുള്ളതെല്ലാം ആരംഭിച്ചതാണ്, അത് അവസാനിക്കണം. അത് ഈ ശരീരം വീഴുമ്പോഴേ അവസാനിക്കൂ. അതാണ് ജന്തുവിന് തുടരുന്നു വാസനാ ബന്ധമിങ് ഉടല് വീഴുവോളവും. ഇതിലെന്തൊക്കെ കൽപ്പിച്ചിരിക്കുന്നു അത് ഈ ഉടല് വീഴുവോളം അത് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതിലൊരു സഞ്ചിതം ഉണ്ടാക്കാതിരിക്കുക. അതിനാണ് നമ്മൾ ഇത്രയും സത്സംഗങ്ങൾ ചെയ്തുകൊണ്ട് ഉറപ്പിക്കേണ്ടതിനെ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഓർത്തോർത്ത് പഠിച്ചോളണം. ഗുരു പറഞ്ഞങ്ങനെ അറിവതിൽ ഇങ്ങനെ ആർക്കും ഓതിടേണം. ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട സത്യമാണ്. ദുഃഖിക്കല്ലേ. മറ്റുള്ളവരെ അടിച്ചമർത്തപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വേദനിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അർഹമായതെല്ലാം നിഷേധിക്കുമ്പോഴോ മനുഷ്യനല്ല എന്ന് പോലും പറയുമ്പോഴോ ഇരുട്ടുമൂടി ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന ജീവിതചര്യകളിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോഴൊക്കെ ആ ഒരു കാലഘട്ടവും കൂടി നമ്മൾ ഓർക്കണം. ഗുരു സനാതനമായ സത്യമാണ്. എല്ലാ കാലത്തും മാറ്റം വരാതെ മനുഷ്യൻ അറിയേണ്ട സത്യമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ആ സത്യം എന്താ? ഒന്നും ഓർത്താൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ ഓർത്താൽ മതി. അതാണ് ഗുരുവിന്റെ സനാതന സത്യം. അതാണ് ഗുരുവിന്റെ സത്യമായി നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ ഇരുട്ടല്ല. കാരണം എത്രയോ മനുഷ്യരെ ഗുരു കണ്ടു, കരയുന്ന മനുഷ്യരെ, എല്ലാം നിഷേധിക്കപ്പെട്ട മനുഷ്യരെ, ക്ഷേത്രങ്ങളിലെ ആരാധന പോലും നിഷേധിക്കപ്പെട്ടിട്ട് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനും അപ്പുറത്തും നിന്നുകൊണ്ട് കരയുന്ന മനുഷ്യരുടെ കണ്ണീര് കണ്ടിട്ടുണ്ട്. ആ കണ്ണീര് കണ്ടപ്പോൾ ഗുരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നതാണ്.
ആരാധന അനുഭവിച്ചിട്ട് ഗുരുവിന്റെ പാദങ്ങളിൽ കിടന്ന് ഉരുണ്ട ചരിത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ഇരുട്ടിനെ മാറ്റാനുള്ള വഴി ഗുരു നമുക്ക് തന്നേക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അറിയണം, അഹം ഇരുളല്ല, ഇരുളായികിൽ അന്ധരായി നാം അഹം അഹമെന്നറിയാതിരുന്നിടേണം. നീ ഇരുട്ടായിരുന്നെങ്കിൽ നീ ഏത് ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി നിന്നെ ഇരുത്തിയാലും നിന്റെ ഉണ്മ നിനക്ക് അനുഭവിക്കാൻ പറ്റാതിരുന്നേനെ. പക്ഷെ ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും നീ ഏത് ഇരുട്ടുമുറിയിൽ ഇരുന്നാലും നീ ഉണ്ട് എന്നുള്ള ഉണ്മയുടെ പ്രകാശം നിനക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് നീ ഇരുട്ടല്ല പ്രകാശമാണെന്ന് തിരിച്ചറിയുകയും അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും വേണം എന്ന് ഗുരു പറയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഗുരുവിന്റെ ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെയാണ് ആത്മപ്രകാശത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതിന് ആ ആത്മീയമായ വെളിച്ചം പകർന്നതിന് വേണ്ടിയായിരുന്നു ഗുരുവിന്റെ രചനകളെല്ലാം. അപ്പം വളരെയധികം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ ഗുരു ഈ കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഇരുളിലിരിപ്പവൻ ആര്, അതും ആ ഒരു സത്യത്തെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അല്ലെ. അതൊന്ന് പറിച്ചല്ലോ, ഓർമ്മയുണ്ടോ? ഇരുളിലിരിപ്പവൻ ആര്, എന്നൊരുവനുരപ്പത് കേട്ട് താനുമേവം അറിവിടിനായി അവനോട് നീയുമാര് എന്നരുളും ഇതിന് പ്രതിവാക്യം ഏകമാകും അല്ലെ. അപ്പൊ ഇത് കുഞ്ഞു കുട്ടിക്ക് പോലും മനസ്സിലാവും അല്ലെ. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും മനസ്സിലാവും. ഇന്നലെ ടീച്ചറിനോട് ഇതൊന്ന് പഠിപ്പിക്കാൻ പറഞ്ഞ ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുക? രണ്ടുപേര് ഇരുട്ടുമുറിയിൽ ഇരിക്കണാണ്. ഒരു ഇരുട്ടുള്ള മുറിയാണ്, രണ്ടുപേരുണ്ട്. ഒരാൾ അവിടെ ഉണ്ടെന്ന് മറ്റൊരാൾക്ക് അറിയില്ല. അപ്പോ എന്തോ ആരോ ഉണ്ട് എന്നുള്ള തോന്നല് ചോദിക്കുന്നുണ്ട്. ഇരുളിൽ ഇരിപ്പവൻ ആരാണ് ആ ഇരുട്ടത്തിരിക്കുന്നത്? ചൊൽക നീ പറ, ആരാ നീ എന്ന് ചോദിച്ചപ്പോൾ ഒരുവൻ ഉരപ്പത്, അവൻ ചിലപ്പോ പറഞ്ഞു കാണും ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞു കാണും. അവൻ ഉരപ്പത്, അവൻ പറയണ കേട്ട് താനുമേവം അറിവതിനാൽ അവനോട് ഞാൻ ആരാന്ന് അവൻ പറഞ്ഞു. അപ്പൊ ഈ ചോദിച്ച ആളും പറയാണ് നീയും ആരെന്ന്. ഇത് ചോദിച്ച നീ ആരാണ്? ഞാൻ കൃഷ്ണനാണ്. നീ ആരാ? ഞാൻ രാമനാണ് അല്ലേ. അപ്പോ രണ്ടുപേരും പറഞ്ഞതിന്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. അറിവതിനാൽ അവനോട് നീയുമാരെന്ന് അരുളും ഇതിൻ പ്രതിവാക്യമേകമാവും. രണ്ടുപേരും പറഞ്ഞതിൽ ഞാനുണ്ട്. അപ്പോ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും ആയിരിക്കുന്നത് അല്ലെ, ആ ചരാചരങ്ങളും തന്നെയാണ് എന്നിലും നിന്നിലും ഒക്കെ ആയിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എല്ലാവരിലും ഞാൻ എന്ന് പ്രകാശിക്കുന്നത്. സമസ്തയിലും പ്രകാശിക്കുന്ന പൊരുൾ തന്നെയാണ് എന്നിലും നിന്നിലും ഒക്കെ ഞാൻ എന്ന രീതിയിൽ പ്രകാശിക്കുന്ന. അതിന് അത് ഏകമാണെന്ന് അല്ലേ. ഈ രണ്ട് ഞാനും ഒന്ന് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിന്റെ പൊരുൾ ഒന്നാണ്, പലതല്ല അല്ലെ. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായെങ്കിൽ അതെ. അപ്പോ അത് തന്നെ ഗുരു പിന്നെയും പറഞ്ഞു തരുന്നുണ്ടല്ലോ. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായെങ്കിൽ അകമേ പലതല്ല അല്ലെ. അകമേ ഞാൻ എന്ന് പറയുന്നത് അതിന്റെയൊക്കെ പൊരുള് പലതല്ല, ഒന്നാണ് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മള് ചൊല്ലും പഠിക്കും എന്നുള്ളതല്ലാതെ ആഴത്തിൽ ഇതിലേക്കൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും സംശയമാണ്. കാരണം ഇതിന്റെ പൊരുളൊക്കെ അറിഞ്ഞാൽ പിന്നെ നമ്മളതിന്റെ തലം തന്നെ മാറി അല്ലെ. അപ്പൊ ഇതൊക്കെ വീണ്ടും 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 കേൾക്കുക, വീണ്ടും 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 പഠിക്കുക. തശ്രവണം തത് കഥനം അന്യോന്യം തത് പ്രബോധനം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തജ്ജ്യോതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു സൂത്രം മാത്രമേ പറയുള്ളൂ. കാരണം അടുത്ത സൂത്രം ഇങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് യൂട്യൂബ് പോണതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ അടുത്ത സൂത്രം തുടങ്ങുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ഗുരു തന്നെ പറയുന്നുണ്ട്, ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു അല്ലേ. അവിടെ ആ പരമാത്മാവിൻ്റെ ആ വരി ഗദ്യപ്രാർത്ഥനയിലെ വരി ഓർമ്മയുണ്ടോ? ധ്യാനിക്കേണ്ടതായ, നിങ്ങൾ ശ്രദ്ധ ഉണ്ടാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ചോദിക്കുന്നത്. ഗദ്യപ്രാർത്ഥന നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ തുളസിരൻ? അപ്പൊ പരമാത്മാവിന്റെ രൂപം എങ്ങനെയുള്ളതാന്നാ പറഞ്ഞേ? ഓക്കെ,
അങ്ങയുടെ അനുഗ്രഹം ശരി ശരി ഓക്കെ. അപ്പോ അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ട് കാണുന്നത് ഒന്നും നിത്യമല്ല, ശരീരവും നീക്കമുള്ള പോലെ നിലയേറ്റതാവുന്നു അല്ലേ? ഓക്കെ, ശരീരമല്ല അറിവാകുന്നു. മതി മതി. ഇനി നോക്കിയേ, നമുക്ക് ആ ദിവ്യ രൂപത്തെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിന്റെ ദിവ്യ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പൊ അവിടെ ആ രൂപത്തിന് കൊടുത്തൊരു പേര് കണ്ടോ? ദിവ്യ രൂപം. ആ ദിവ്യ രൂപം കൊണ്ട് നമ്മൾ ആ പ്രകാശാത്മകതയെ തന്നെയാണ് ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇത് കൃതിയൊക്കെ നോട്ട് ചെയ്ത് പോണം കേട്ടോ. ആത്മവിലാസത്തിൽ ഗുരു പറയാ, ഓ നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവ്യ സമുദ്രമാകുന്നു. ഓ നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവ്യ സമുദ്രമാകുന്നു. ഇതൊക്കെയും ആ നിസ്തരംഗ സമുദ്രത്തിലെ തരംഗമാകുന്നു. അവിടെ കണ്ടോ ആ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടോ? ആ ജ്യോതിസ്വരൂപത്തെ ഭഗവാൻ വീണ്ടും 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 നമ്മളോട് പറയുക, നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവ്യ സമുദ്രമാണെന്ന്. ആ സമുദ്രത്തിൽ അലകളില്ല, തരംഗമില്ല, ശാന്തമാണ്. പക്ഷേ നാം ഒക്കെയും ആ നിസ്തരംഗ സമുദ്രം എന്ന് പറയുന്ന തരംഗമില്ലാത്ത ആ സമുദ്രത്തിലെ ഉണ്ടെന്ന് തോന്നുന്ന തരംഗങ്ങൾ മാത്രമാണ് നമ്മൾ. ഒരു തരംഗം വന്നു, അടുത്തത് ഇങ്ങനെ മാറി മാറിക്കൊണ്ട് പോകുമ്പോൾ അതെല്ലാം ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതീതി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. ആ നിസ്തരംഗ സമുദ്രത്തിലെ പ്രതീതികളാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെ, നമ്മുടെയൊക്കെ എന്താ പറയുക, നിരന്തരമായി വരുന്ന മനോവൃത്തികള് നമ്മളെ ആ ആത്മസ്വരൂപത്തെ നിന്ന് അകറ്റി കളയുക. ഒന്നിനുമേലൊന്നായി നമ്മളിലേക്ക് കടന്നു വരുന്ന ആ വിഷയ ബീജുകള് ആ സ്വരൂപത്തെ നമ്മളെ അതിൽ നിന്ന് പതുക്കെ അകറ്റി കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, മണലളവറ്റു ചൊരിഞ്ഞ വാപിയന്മേൽ അണിയണിയായി അല നീക്കിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. ഒന്ന് ധ്യാനിക്കാനിരുന്നാൽ പോലും കയറി വരും നിരന്തരം ചിന്തകൾ, അല്ലെ? ഭൗതികമായ ചിന്തകൾ കയറി വരും. അതെങ്ങനെയാന്ന് ഗുരു പറയുക, നമ്മുടെയൊക്കെ അവശതയെ പറയുകയാണ്. അളവറ്റ മണൽ ഒരു കുളത്തിലേക്ക് വാബിയിലേക്ക് ചൊരിഞ്ഞിട്ടാൽ, ഒരു ചാക്കിൽ കുറേ മണലെടുത്തിട്ട് അങ്ങ് ചൊരിഞ്ഞിട്ടാൽ, അല്ലെങ്കിൽ കല്ലോ മണലോ എടുത്ത് ചൊരിഞ്ഞിട്ടാൽ ശാന്തമായി, കാറ്റുപോലും ചലിപ്പിക്കാതെ ശാന്തമായി കിടക്കുന്ന ആ സമുദ്രം പെട്ടെന്ന് ഇങ്ങനെ അലകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ? അതുപോലെ ശാന്തമാണ് നമ്മുടെ ആത്മസ്വരൂപം. അവിടെ ഈ എന്താ പറയാ, അനൃത പരമ്പര, ഈ അസത്യസങ്കല്പങ്ങള്, ജഡസങ്കല്പങ്ങൾ വന്ന് ഈ അന്തരാത്മാവിനെ ആയിരം തരം ഇരുണ്ട് ആശയം പ്രതി ചുരുണ്ടൊക്കെ നമ്മളെ ആ സത്യത്തെ മറിച്ച് പ്രകാശാത്മകതയെ മറിച്ച് കളയുന്നു, അല്ലേ? അപ്പോൾ ശരിക്കും ആഗ്രഹിക്കണം, ഭഗവാനെ എനിക്ക് അറിവ് തരണേ, എൻ്റെ ലോകജീവിതം കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകണമേ, ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കാൻ അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. ഇത് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുക. ഏത് പ്രാരബ്ധ കർമ്മങ്ങളിൽ നമ്മൾ പെട്ടു വലയുമ്പോഴും, ഏതൊക്കെ മാനസികമായോ ശാരീരികമായോ അല്ലെങ്കിൽ സാമൂഹ്യപരമായോ കുടുംബപരമായോ ഒക്കെയുള്ള വേദനകളൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ ലോകജീവിതത്തിൻ്റെ സഹജമാണ് ദുഃഖം, അല്ലെ? അപ്പോൾ ഒക്കെ വിടാതെ കൈപിടിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ഭഗവാനെ ആ സത്യത്തിന് എന്നെയും ആ പരമമായ ജ്ഞാനത്തിന് ഉടമയാക്കണേ. എനിക്ക് മനുഷ്യ ശരീരം തന്നു, ഒരു ഗുരുവിനെയും കിട്ടി, ഇനി എനിക്കതൊന്ന് തെളിയിച്ചു തരണേ ഭഗവാനെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഗുരുവിൻ്റെ കൃതികൾ മുഴുവനും നമ്മളെ ആ ആത്മജ്യോതിസിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക തന്നെയാണ്. അതുകൊണ്ട് ആന്തരികമായി സഞ്ചരിക്കാൻ പഠിക്കണം. ഉണ്ടും ഉറങ്ങിയും അങ്ങ് തീർന്നു പോകാവുന്ന ഈ മനുഷ്യ ജീവിതം, അല്ലേ? നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ അധികം വലിയ ദൈർഘ്യമൊന്നുമില്ല, എത്ര പെട്ടെന്നാകും അതങ്ങോട്ട്. അപ്പോൾ നാളെ ആകാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും, അല്ലേ? എൻ്റെ പ്രാരബ്ധങ്ങളും എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ തീർന്നിട്ട് പഠിച്ചു തുടങ്ങുക എന്ന് വെക്കും. ഒന്നും ഉണ്ടാവില്ല. കാരണം അനുനിമിഷം ചലിച്ചു പരിണമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ആ മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും നല്ല ആരോഗ്യം ശക്തിമത്തനമായിരിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ആത്മീയമായ ജ്ഞാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ശരീരം അതിന് ഉത്തമ ഉപാധി തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് ശുഭസ്യ ശീഘ്രം എന്ന് പറയുന്ന പോലെ എന്തും നാളത്തേക്ക് മാറ്റി വയ്ക്കാതെ ആ പഠിക്കാനുള്ള കാര്യം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മറ്റെല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും നമ്മൾ ആധ്യാത്മിക പഠനത്തിനോ വായനയ്ക്കോ കേൾവിക്കോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഒക്കെ ആയിട്ട് മാറ്റി വെക്കണം. കാരണം നമ്മളുടെ ഈ ജീവിതയാത്ര, ദേഹയാത്ര അവസാനിച്ച് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന, നമ്മൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്ന ഇതാണ് ധർമ്മം. അപ്പോൾ അത് നമ്മൾ നേടാനായിട്ട് മറന്നു പോകരുത്. ഒരു തടസ്സവും അതിന് വരാൻ പാടില്ല. അത് കേട്ടുകൊണ്ടേയിരിക്കുക, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ബുദ്ധിക്ക് തെളിവുള്ളിടത്തോളം വരെ നമുക്ക് ബുദ്ധിക്കപ്പുറമുള്ള ഈ സത്യത്തെ പറയാനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാതെ സുഖഭോഗങ്ങളുടെ പുറകെ പോയി മൃഗസമാനമായ ഒരു ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത്. മൃഗങ്ങൾക്കാണെങ്കിൽ രാവിലെ ഇര തേടാൻ പോയി എന്തെങ്കിലും ഒന്ന് അന്നേക്ക് കഴിക്കാൻ കിട്ടി, ഉറങ്ങി, പിറ്റേ ദിവസം അതിന് തന്നെ പോയി, അതിനപ്പുറം ഒന്നും അവകൾക്ക് പറ്റില്ല. പക്ഷെ മനുഷ്യന് അങ്ങനെയല്ല. മനുഷ്യന് അതിനപ്പുറം അവനവൻ്റെ സ്വരൂപത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വിശേഷ ബുദ്ധിയും കൂടി കൊടുത്തിട്ടാണ് ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടി തന്നിട്ടുള്ളത്. അപ്പം നമ്മളൊക്കെ കാണുന്ന എന്താ, ആ ഗുരു പറഞ്ഞു തന്ന ആ മഹാജ്യോതിസിനെ അറിയാതെ ആ ജ്യോതിസിൽ പ്രകാശിക്കുന്ന ദൃശ്യങ്ങൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മളിലേക്ക് കൊളുത്തിത്തന്ന ആ ജ്യോതിസിനെ അറിയാതെ ആ ജ്യോതിസ് കൊണ്ട് നമ്മുടെ ബോധത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ സകലതും പ്രകാശിക്കുന്നത്. ആ ജ്യോതിസ് കൊണ്ട് പ്രകാശിക്കുന്ന ദൃശ്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. ആ ദൃശ്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. അതായത് വെറും നിഴലുകളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. നിഴലുകളെ ശ്രദ്ധിച്ച് ജീവിച്ചു പോയാൽ മതിയോ? ആലോചിച്ച് നോക്കൂ. ആ നിഴലിന് കാരണമായ ആ പരമകം ജ്യോതിസിനെ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വേദാന്ത സൂത്രം വരെയൊക്കെ പഠിച്ച് ഈ ജ്യോതിസിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. ജന്മാന്തര പുണ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഗുരു ഓർമ്മിപ്പിക്കുന്നു, ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും മുറ്റുപാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ല, ഇതു കണ്ടുപോയിടേണം. അതും അടയാളപ്പെടുത്തുക. അത് എത്രാമത്തെ ശ്ലോക ടീച്ചറെ? ആത്മോപദേശത്തില് 2 ആദ്യ ഭാഗത്തുള്ളതാണ് അല്ലെ? അപ്പൊ ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും. 7-ാമത്തെ. അത് നോക്കിയെടുക്കും. 5-ാമത്തെ നമ്പർ കുറിച്ചിട്ടോടെ ഇതെല്ലാം പഠിക്കണം. ഇത് തജ്ജോതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇത്രയും കൃതികളും കൂടി പഠിച്ചു പോകണം. നമ്മൾ വേദാന്ത സൂത്രം എന്ന് പറയുമ്പോൾ അതിലൂടെ ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്ന കൃതികളും കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ ഉണ്ണാനും ഉറങ്ങാനും എല്ലാം നമ്മൾക്ക് ശക്തി പകർന്നുകൊണ്ട് സർവസാക്ഷിയായി ഒരു വിളക്ക് എരിയുന്നുണ്ട്, ആത്മവിളക്ക്. അതെരിയുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് നമുക്ക് ഉണരാനും ചിന്തിക്കാനും ഉറങ്ങാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ആത്മവിളക്കിനെ കണ്ടുപോകണം. അതിനാണോ മനുഷ്യജന്മം കിട്ടിയത് എന്ന് ഗുരു നമുക്ക് ആത്മോപദേശ ശതകത്തിലൂടെ പറഞ്ഞു തരുന്നു. അതുപോലെ സ്വാനുഭവഗീതിയിലെ 5-ാം ശ്ലോകം വെറുതെ കുറിച്ചിട്ടോ. സ്വാനുഭവഗീതിയിലെ 5-ാം ശ്ലോകം. സ്വാനുഭവഗീതി ആരുടെ കൃതിയാ? അല്ല, അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാനാണ്. അതന്നെ. അതിനകത്ത് പറയാണ്, ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി മറ്റൊരിരുട്ടു വിലസിടുമോ. ഗുരു ചോദിക്കുന്നുണ്ട്, ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി മറ്റൊരിരുട്ടു വിലസിടുമോ. സ്വയം പ്രകാശിച്ചുകൊണ്ട് ഇക്കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന ആ പരമപ്രകാശത്തിന്റെ ചുറ്റും മറ്റൊരു ഇരുട്ട് വരുമെന്ന് നമുക്ക് ഒരു അനുഭവിച്ച അനുഭൂതിയെയാണ് സ്വാനുഭവ ഗീതിയിലൂടെ ഗാനം ചെയ്തിരിക്കുന്നത്. അതാണ് ഗുരു ചോദിക്കുന്നത്, ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി മറ്റൊരിരുട്ട് വിലസിടുമോ. അപ്പോൾ അതിനെ മറച്ചിട്ട് മറ്റൊരു ഇരുട്ടിന് ഇരിക്കാൻ എവിടെയാണ് ഇടമുണ്ടാവുക എന്ന് ചോദിക്കാണ്. അപ്പോൾ പ്രകാശസ്വരൂപമായ ഗുരു ഈ ലോകത്ത് പ്രകാശം, അറിവിനെ പ്രകാശമായി പറഞ്ഞു തരികയും അത് അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് എത്രയോ കൃതികൾ നമുക്ക് പറഞ്ഞു തന്നു. അതൊക്കെ അവിടുത്തെ അനുഭവം തന്നെയാണ്.
അതുപോലെ ഹോമോന്ത്രത്തിന്റെ 100-ാം വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ അഗ്നിയെയാണ് ബ്രഹ്മപ്രതീകമാക്കിക്കൊണ്ട് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ പ്രകാശാത്മകതയെ തന്നെയാണ് നമുക്ക് പരബ്രഹ്മ സ്വരൂപമായി പ്രതീകമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. യജ്ഞവും യാഗവും ഹോമവും ഒക്കെ ആ പരമപദത്തെ, ആ പരമ ജ്യോതിസിനെ പ്രാപിക്കുന്നതിനും അതിലേക്ക് അണയുന്നതിനും വേണ്ടി മാത്രം ഉള്ളതാണ് എന്നാണല്ലോ ഹോമോന്ത്രം പഠിപ്പിക്കുന്നത്, അല്ലെ? യജ്ഞവും യാഗവും ഒക്കെ അതും ഭൗതിക സമ്പത്തിന് വേണ്ടിയുള്ളതല്ല, എന്നിലെ ആത്മജ്യോതിസിനെ പ്രകാശിപ്പിച്ച് ഞാനും നീയും ഞെരുക്ക കലർന്ന് ഒന്നായ അനുഭവത്തെ തരുന്നതിന് വേണ്ടി തന്നെയാണ്. തൃശ്ശൂർ കാരമുക്കിൽ നമ്മൾ പറഞ്ഞതാണ്, അല്ലെ, വിളക്ക് വെച്ചത്. അവിടെയും ക്ഷേത്രപ്രതിഷ്ഠയിലും ഗുരു ആ പ്രകാശാത്മകതയെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനുശേഷം ഈശാവാസ്യ ഉപനിഷത്ത് നമ്മൾ കഴിഞ്ഞ നമ്മളുടെ പഠനം ഈശാവാസ്യ ഉപനിഷത്തിനെ കുറിച്ചായിരുന്നു. അതിലും അവസാനിപ്പിച്ചപ്പോൾ അവസാന മന്ത്രം അഗ്നിയെ, ആ പ്രകാശാത്മകതയെ ബ്രഹ്മപ്രതീകമാക്കി വെച്ചുകൊണ്ട് ആ ജഗദീശ്വരനിലേക്ക് ആ അനുഭവമായി മാറുന്ന ഒരു അനുഭവത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്തും അവസാനിപ്പിക്കുന്നത്, അല്ലെ? അഗ്നേ നയ സുബധാരായേ ഹസ്മാൻ വിശ്വാനി ദേവവയുനാനി യാവത് യുയോധ്യസ്മത് ജുഹുരാണമേനോ ഭൂയിഷ്ടം തേ നമ ഉക്തിം മതേമ, അല്ലെ? അവിടെ അഗ്നയെ ഗതിക്കായി വിടുക, സന്മാർഗത്തൂടെ ഞങ്ങളെ ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവനീ, വഞ്ചനം ചെയ്യും മേനസ് മാറ്റുക, അല്ലെ? അങ്ങേക്ക് ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം. അവിടെയും അഗ്നിയെ ബ്രഹ്മത്തിന്റെ പ്രതീകമാക്കി വെച്ചുകൊണ്ടാണ് ഒരു ഉപാസകൻ, ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ഉപാസകൻ ഒരു സോപാധികമായി ആരാധന ചെയ്യുന്നു നിരുപാധിക സത്യത്തിലേക്ക് എത്താൻ. അവിടെയും അഗ്നിയെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉപനിഷത്തില് ബൃഹദാരണ്യകം തന്നെ പറയുകയാണ്. ബൃഹദാരണ്യകം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അത് ഹിരൺമയേ പരേ കോശേ വിരജം ബ്രഹ്മ നിഷ്കളം തച്ചുപ്രം ജ്യോതിഷാം ജ്യോതി സ്തദ് യദാത്മവിദോ വിദുഹു. അതായത് ഇപ്പോൾ എത്രയോ ഉപനിഷത്തുകൾ നമ്മൾ കോട്ട് ചെയ്തു. ഹിരൺമയേ പരേ കോശേ, ഹിരൺമയേ പരേ കോശേ വിരജം ബ്രഹ്മ നിഷ്കളം, നിഷ്കളം കളങ്കമില്ലാത്ത നിഷ്കളം, തച്ചുബ്രം, തത് ശുഭ്രം, തച്ചുബ്രം ജ്യോതിഷാം ജ്യോതി, ജ്യോതിഷാം ജ്യോതി തത് യദാത്മവിദോ വിദുഹു. നോക്കൂ, ഈ മന്ത്രമൊക്കെ നോക്കൂ, പ്രകാശമാനവും ഉത്കൃഷ്ടവുമായ ഹൃദയാകാശത്തിൽ ഹിരൺമയേ പരേ കോശേ, സ്വർണമയവും എന്ന് പറഞ്ഞാൽ പ്രകാശാത്മകവും അതുപോലെ തന്നെ പരേ ശ്രേഷ്ഠവുമായ ആ ഹൃദയത്തിൽ, കോശം എന്ന് പറഞ്ഞ ഹൃദയത്തിൽ വിരജം ബ്രഹ്മ നിഷ്കളം, നിർമ്മലവും അതുപോലെ അവയവരഹിതവുമായ ബ്രഹ്മം, നിർമ്മലവും അവയവരഹിതവുമായ ആ ബ്രഹ്മം, തച്ചുബ്രം പിന്നെ ശുദ്ധമായത് ആ ബ്രഹ്മസ്വരൂപം, ജ്യോതിഷാം ജ്യോതിഹി ജ്യോതിസുകൾക്കെല്ലാം ജ്യോതിസാണ്. തത് യഥാത്മവിദോ വിദുഹു. അതിനെ, ആ പരമാത്മ സത്യത്തെയാണ് ബ്രഹ്മജ്ഞാനികൾ സാക്ഷാത്കരിക്കേണ്ടത്. അത് ഏത് ആത്മവിദോ വിദുഹു, ആത്മവിത്തുക്കൾ ഈ ആത്മാവിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. അവിടെയും പറഞ്ഞിരിക്കുന്നു തത് ശുഭ്രമാണ്, ജ്യോതിഷാം ജ്യോതിയാണ്, വിരജം ബ്രഹ്മ നിഷ്കളം കളങ്കമില്ലാത്തതാണ് എന്നൊക്കെ ഉള്ള വിശേഷണങ്ങള് നമ്മൾക്ക് വീണ്ടും ഉപനിഷത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പായൽ മൂടിക്കിടക്കുന്ന തടാകത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പായൽ മാറ്റിയാൽ നമുക്ക് വെള്ളം കുടിക്കാമല്ലേ. പക്ഷെ പായൽ മാറ്റണം എന്ന് നമുക്കറിയില്ല. പായൽ മാറ്റിയാൽ ദാഹം മാറ്റാൻ ആവശ്യമായ ശുദ്ധജലം അവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ മായാരൂപമായ പായൽ മൂടിയിരിക്കുന്നത് കൊണ്ട് ആ ജ്യോതിസിനെ അറിയാനാവുന്നില്ല. അപ്പോൾ മായയെ മാറ്റാനായിട്ട് ജപവും പഠനവും പാഠനവും നാമസങ്കീർത്തനങ്ങളും എല്ലാം ജീവിതത്തിൻ്റെ നിത്യ ഉപാസനയാക്കി മാറ്റുക. ഇതിനെ മാത്രം എപ്പോഴും ചിന്തിക്കുക, ഇതിനെ മാത്രം എപ്പോഴും ഉപാസിക്കുക, ഇതിനെ മാത്രം
പറയുക. തീർച്ചയായും ഇത് നമുക്ക് അകലെയല്ല, അടുത്ത് തന്നെയാണ്. അത് പ്രകാശകമായി ഒരു കൃതി ചൊല്ലണമെന്ന് പറഞ്ഞു. പകരുകയും ചെയ്തു. അത് നമ്മളിലേക്ക് പ്രകാശമായി പ്രോജ്വലിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സമർപ്പണത്തിന് ശേഷം നമുക്ക് മേഘയ്ക്ക് കൊടുക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ